മനാഫ് എന്ന അറബി വാക്കിൻ്റെ ഉയർത്തപ്പെട്ടവനെന്ന അർത്ഥം അന്വർത്ഥമാക്കിയ ഒരു ജീവിതം നമ്മൾ തിരിച്ചറിഞ്ഞ ദിവസം കൂടിയായിരുന്നു സെപ്റ്റംബർ 25. ശിരൂരിലെ മല കവർന്ന് ഗംഗാവലിപ്പുഴ വിഴുങ്ങിയ അർജുൻ്റെ ലോറി 72-ാം ദിവസം പുറത്തെടുത്തപ്പോഴാണ് സൗഹൃദത്താലും സാഹോദര്യത്താലും മനുഷ്യത്വത്താലും ഉയർന്നു നിൽക്കുന്ന മനാഫിനെ ലോകം തിരിച്ചറിഞ്ഞത്. ഈ ദിവസം അത്രയും തൻ്റെ പ്രിയപ്പെട്ട അർജുനായി ഗംഗാവലിപ്പുഴയുടെ കരയിൽ നിലയ്ക്കാത്ത പ്രതീക്ഷയുമായി കാത്തിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. പുഴയിൽ അടിഞ്ഞ മൺകൂനയിൽ ലോറിയുണ്ടെന്നും ആ വാഹനത്തിൻ്റെ ക്യാബിനിൽ തൻ്റെ അർജുനുണ്ടെന്നും അദ്ദേഹം എന്നോ മാധ്യമങ്ങളോടും അവിടുത്തെ രക്ഷാപ്രവർത്തകരോടും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. മനാഫിൻ്റെ ആ കെട്ടുറപ്പുള്ള വിശ്വാസം കൂടിയാണ് സെപ്റ്റംബർ 25-ന് നമ്മൾ തെളിഞ്ഞു കണ്ടത്. ഗംഗാവലിപ്പുഴയിൽ നിന്ന് ലോറി പുറത്തെടുക്കുന്ന സമയം മനാഫ് പറഞ്ഞത് തനിക്ക് വണ്ടിയും തടിയും ഒന്നും വേണ്ട, അവനെ ഒന്ന് എടുത്താൽ മതി എന്നാണ്. അർജുന്റെ അച്ഛനോട് താൻ പറഞ്ഞത് അവനെ കൂട്ടിയിട്ടേ വരികയുള്ളൂ എന്നാണ്. അത് താൻ പാലിച്ചെന്നുമാണ്. ഒരു ലോറി മുതലാളി തൊഴിലാളി എന്നതിലപ്പുറമുള്ള നന്മ സാഹോദര്യം മനാഫിന് അർജുനോടുണ്ട്. അതുതന്നെയാണ് ഈ പച്ചയായ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി ഇക്കാര്യം അത്രയും പറയുമ്പോൾ നമ്മുടെ കണ്ണും ഈറനണിയുന്നത്. ഒരാൾ പൊരുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്ത്യം കാണുക എന്നുള്ളത് ആ ആൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടാവും. കൂടെ നിന്നും എടുത്തിക്കണ ഒരുപാട് ആളുകൾ. ഞാൻ ഈ അവസരത്തിൽ കർണാടക ഗവൺമെൻറ് ആയിക്കോട്ടെ, കേരളത്തിൻ്റെ ഗവൺമെൻറ് ആയിക്കോട്ടെ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാരും കൂടെ സഹായിച്ചു, ഉദ്യോഗസ്ഥന്മാർ സഹായിച്ചു. ഇവർക്കൊക്കെ ഞാൻ നന്ദി പറയാണ്. അന്തിമ വിജയം സത്യത്തിൻ്റെത് മാത്രമാണെന്ന യാഥാർത്ഥ്യം അടിവരയിട്ട ദിവസം കൂടിയായിരുന്നു ട്രക്ക് പുറത്തെടുത്ത ദിവസം. കാരണം അത്രയും കള്ളങ്ങളാണ് മനാഫ് എന്ന സാധാരണക്കാരനെതിരെ യെല്ലോ ജേർണലിസം പിന്തുടരുന്ന ഓൺലൈൻ മാധ്യമങ്ങളും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും പ്രചരിപ്പിച്ചത്. മനാഫ് അർജുന് വേണ്ടിയല്ല ഗംഗാവലിപ്പുഴയോരത്ത് നിലകൊള്ളുന്നത്. ഇൻഷുറൻസ് ലഭിക്കാൻ ലോറി കിട്ടേണ്ടതുണ്ട്, അതിനാണെന്നും കള്ളക്കടത്ത് വസ്തുക്കളാണ് വണ്ടിയിലുള്ളത് എന്നും അടക്കമുള്ളതാണ് പ്രചരിപ്പിച്ച ആ പെരുന്നുണകൾ. ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെക്ക് ചെയ്തോട്ടെ, ഈ വണ്ടിയിൽ കള്ളപ്പണം ഉണ്ടോ. ഒരു സാധാരണ കച്ചവടക്കാരനാ ഞാൻ. ഓൾറെഡി ഞാൻ പല പ്രയാസത്തിലുള്ളത്. ഞാൻ പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. എന്നിട്ട് പോലും എന്റെ സ്ഥാപനം വേറെ ആള് കയ്യേറി കുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കണേ. എന്നിട്ട് പോലും നമ്മളിവിടെ പിടിച്ചു നിൽക്കാണ്. അപ്പം തളർത്തരുത് ഒരാളെ. എന്താ പറഞ്ഞാൽ തകരൂല, എന്നാലും തളർത്താൻ ശ്രമിക്കരുത് ആരായാലും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലോറി അതാ കിടക്കണ്. ആ ലോറി ആർക്ക് വേണം? ഇല്ല, ഞാൻ സതീശ് സാറോട് തന്നെ പറഞ്ഞിരിക്കണ്, ലോറി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. ലോറിക്ക് അധികം പരിക്കില്ല. പൂർണ്ണമായും പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോ, ചന്ദനുണ്ടോ, കള്ളപ്പണമുണ്ടോ, ഡ്രഗ്സ് ഉണ്ടോ ഒക്കെ പരിശോധിക്കുക. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ കയറി എന്താക്കരുത്, ഒരാളെ തകർക്കരുത്. അർജുന്റെ ലോറി ഉയർത്തിയതോടെ ആ കല്ലുവെച്ച നുണകളാണ് ഗംഗാവലിപ്പുഴയുടെ ഒഴുക്കിനൊപ്പം അറബിക്കടലിലേക്ക് പതിച്ചത്. സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ച കള്ളങ്ങൾ കേട്ടിട്ടും മനാഫ് പിന്തിരിയാതിരുന്നത് ഉദ്ദേശശുദ്ധിയിൽ ആ മനുഷ്യന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ്. ജാതിയും മതവും അടക്കമുള്ള ഒരു കാര്യവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കരുതെന്ന തെളിച്ചമുള്ള സന്ദേശം ഒരിക്കൽ കൂടി മനാഫ് ഈ ലോകത്തെ ഓർമ്മിപ്പിച്ചു. ദുരന്തമടക്കമുള്ള ഒരു വിഷയത്തിലും മതം പറഞ്ഞ് വിദ്വേഷം പ്രചരിപ്പിക്കരുത്. ഈ ദുരന്തത്തിൽ താൻ ഇരയായിരുന്നെങ്കിൽ തൻ്റെ സ്ഥാനത്ത് അർജുൻ നിലകൊള്ളുമായിരുന്നെന്ന് ആ മനുഷ്യൻ തൊണ്ട പൊട്ടിയാണ് പറഞ്ഞത്. ഉള്ളുപൊട്ടി ഒരു മനുഷ്യൻ പറയുന്ന ഈ വാക്കുകൾ കേൾക്കാനെങ്കിലും വർഗീയതയും പെരുന്നുണകളും പ്രചരിപ്പിക്കുന്നവർ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർക്ക് സ്വയം നന്നാവാനുള്ള, തെറ്റുകൾ തിരുത്താനുള്ള അവസരം കൂടിയാണിത്.
നമ്മൾ എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മളെന്തിനാ ഓരോ മതങ്ങളുടെ പേരിൽ എന്തിനാ വിഭജിക്കുന്നത്? നമ്മൾക്ക് ഒരൊറ്റ വികാരം പോലും, നമ്മൾ ഇന്ത്യക്കാരാണ്, മലയാളികളാണ്, ഇന്ത്യ എന്നുള്ള ഒരൊറ്റ വികാരത്തിൽ നിന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിക്കോട്ടെ, മനാഫ് അർജുനും വേണ്ടി പ്രവർത്തിക്കണേ, ചിലപ്പം മനാഫിന് വേണ്ടി ചിലപ്പോൾ അർജുനായിരിക്കും പ്രവർത്തിക്കുക. മതങ്ങളിലൂടെ ഒരിക്കലും നിങ്ങൾ ഡിവൈഡ് ചെയ്യരുത് ഈ ഒരു വിഷയങ്ങളെ. ഈ വിഷയത്തിൽ എൻ്റെ മരിച്ചുപോയ വാപ്പനെ എല്ലാവരും എത്ര പ്രാവശ്യം ചീത്ത പറയുന്നുണ്ട്, അത് കേൾക്കുമ്പോൾ വിഷമാവും. പ്രപഞ്ചത്തോട് നീ ചൊരിഞ്ഞ കരുണയാണ് നിന്റെ സ്നേഹിതരായി വരിക എന്നതടക്കമുള്ള വാചകങ്ങൾ മനാഫിന്റെ സാഹോദര്യത്തെ അഭിനന്ദിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പങ്കുവെക്കുന്നുണ്ട്. സ്ഫടികം സിനിമയിൽ ആടുതോമ പറയുന്നത് പോലെ എന്നെങ്കിലും നേരിട്ട് കാണുമ്പോൾ കൈവെള്ളയിൽ നൽകാൻ ഒരു മുത്തം കരുതി വെച്ചിട്ടുണ്ടെന്നാണ് മനാഫിനുള്ള സ്നേഹ സമ്മാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെ മനുഷ്യർ പറയുന്നത്. അതെ, സൗഹൃദത്താലും സാഹോദര്യത്താലും മനുഷ്യത്വത്താലും ഉയർത്തപ്പെട്ടവരായി അനേകം മനാഫുമാർ ഈ ലോകത്തുണ്ടാകട്ടെ.